കാശ്മീർ ട്രിപ്പിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്നത് കുറച്ച് സൈറ്റ് സീയിങ്ങിലേക്കാണ്. അങ്ങനെ ഫസ്റ്റ് സ്പോട്ടായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്ത് വന്നിരിക്കുന്നത് ഡാൽ ലേക്കിൻ്റെ സൈഡിലാണ്. കാരണം ഡാൽ ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് വളരെ അടുത്താണ്. ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ലാസ്റ്റ് 2 days ആയിട്ട്. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങളോട് ചോദിച്ചത് 2500 3000 റുപ്പീസൊക്കെയാണ്. പക്ഷേ ഞങ്ങളത് സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് ഒരു 1300 വരെ എത്തിച്ചു. അങ്ങനെ ഉടനെ തന്നെ ഞങ്ങളുടെ ശിഖര ബോട്ടിംഗ് സ്റ്റാർട്ടായി. അപ്പോഴേക്കും ആദ്യം ഞങ്ങളുടെ ബോട്ടിനടുത്തേക്ക് വന്ന ചേട്ടനാണ് ഈ കാശ്മീരി കാവ വിൽക്കുന്ന ചേട്ടൻ. കാശ്മീരി കാവ എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു കാര്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുള്ളി വന്നപ്പോൾ തന്നെ യെസ് പറഞ്ഞു. കാവയുടെ പ്രൈസ് ചോദിച്ചപ്പോൾ 100 റുപ്പീസ് പെർ ഗ്ലാസ്സാന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിത് ഫസ്റ്റ് ടൈം കുടിക്കുന്നത് കൊണ്ട് 1 ഗ്ലാസ് മതി എന്ന് പറഞ്ഞു. പുള്ളി കാവ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ രസകരമായ രീതിയിലാണ്. അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ജഗ് പോലൊരു ഇതിലാണ് കാവ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് നല്ല ചൂടുള്ളൊരു കണ്ടെയ്നറാണ്. അതുപോലെ അതിനകത്ത് കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, മസാലാസ്, പിന്നെ റോസ് പെറ്റൽസ്, ഹണി ഇതൊക്കെ ചേർത്താണ് ഞങ്ങൾക്കത് പുള്ളിക്കാരൻ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അത് വളരെ കൗതുകപരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു പുള്ളിയുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ. പിന്നെ വളരെ രസകരമായിട്ട് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് പുള്ളി അത് നമുക്ക് സെർവ് ചെയ്യുന്നത്. കാവ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ പൂജ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ഫസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യണം, ടേസ്റ്റ് നോക്കണം എന്താണെന്നുള്ളത്. അങ്ങനെ പൂജ തന്നെയാണ് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തത്. നമ്മൾ ഈ ഓരോ സിപ്പ് എടുക്കുമ്പോഴും അതിനകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നു വാൾനട്ട്, ആൽമണ്ട്, കാഷ്യൂസിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടും. അത് ഭയങ്കര രസമാണ് അങ്ങനെ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾക്ക് തന്ന കാവയുടെ കാശും മേടിച്ച് ബൈക്ക് പറഞ്ഞ് പുള്ളിക്കാരൻ അടുത്ത കസ്റ്റമറിനെ തേടി അങ്ങനെ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് എന്തോ കാശ്മീരി ലാംഗ്വേജിൽ എന്തൊക്കെയോ പറഞ്ഞ് പുള്ളി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാവ കുടിച്ചത്. അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരാൾ വള്ളം നിറയെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടി ഞങ്ങളുടെ അടുത്ത് വന്നു ചേർന്നു. പക്ഷെ അതൊന്നും വേണ്ട എന്ന മട്ടിൽ മൈൻഡ് ചെയ്യാതെ പൂജ ഇരുന്ന് വള്ളം തൊഴുകയാണ്. പൂജയുടെ വള്ളം തുഴച്ചിൽ കണ്ട് വള്ളക്കാരൻ ചേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാ തുഴയണമെന്ന് പറഞ്ഞപ്പോഴും പുള്ളിക്കാരിയെ കൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ തനിക്ക് തോന്നുന്ന പോലെ താൻ തുഴയെന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരിയുടെ തുഴച്ചിൽ. ഇവിടെ ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹോം സ്റ്റേസ് ആണ്. ഒരുപാട് ബോളിവുഡ് മൂവീസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഇതിൻ്റെ ബുക്കിംഗ് നമ്മൾ നോർമലി ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ ഓൺലൈൻ വഴിയും ചെയ്യാൻ പറ്റും. ഇവിടെ വരുവാണെങ്കിൽ അതിൻ്റെ ഏജൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഈ ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെ ഒത്തിരി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ചെടികളാണ് ഈ ഉണങ്ങിയൊക്കെ നിൽക്കുന്നത്. നമുക്കിതിൻ്റെ എല്ലാം കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ അല്ലെങ്കിൽ ബോട്ട് തൊഴുന്ന ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും മടുക്കത്തുമില്ല. നമുക്ക് ആണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും, നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ട് നടത്തുന്നൊരു മാർക്കറ്റാണ്. ഇതിനകത്ത് മോസ്റ്റ്ലി എല്ലാ ഐറ്റംസ് കിട്ടും. ക്ലോത്തിങ് കിട്ടുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട്, പിന്നെ ബേക്കറി ഐറ്റംസ് കിട്ടുന്നുണ്ട്, കാശ്മീരിൻ്റെ സ്വീറ്റ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും ഈ ഒരു ഫ്ലോട്ടിംഗ് ഏരിയക്കകത്ത് ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ തന്നെ ഒത്തിരി ആളുകൾ ഒരുപാട് സാധനങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അത് വിൽക്കാനായിട്ട്. പക്ഷെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാൻ അവരങ്ങ് മിണ്ടാതെ പോകുന്നുണ്ട്. അങ്ങനെ വേറെ അങ്ങനെ ഡിസ്റ്റർബിങ്ങോ അങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങളിരിക്കുന്ന ശിഖാര ബോട്ട് തൊഴുന്ന ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഈ കാണുന്നതെല്ലാം ഒരു വില്ലേജാണ്. ഈ വില്ലേജിൽ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്.
ഈ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിലോ ഈവനിങ് വീട്ടിലേക്കുള്ള ഗ്യാസ് അങ്ങനത്തെ ഐറ്റംസ് എന്ത് വേണമെങ്കിലും അവർക്ക് ഈ ബോട്ട് മാർഗം വഴി മാത്രമേ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഈ ഡാൽ ലേക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ കാശ്മീർ കാണാനായിട്ട് വരുന്ന ആരും ഈ ഡാൽ ലേക്കിലെ ഷിക്കാർ ബോട്ടിംഗ് മിസ് ചെയ്യരുത്. കാരണം ഇത് അത്രയും തികച്ചും എൻജോയബിൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാരിവിടെ നമ്മളെപ്പോലുള്ള സഞ്ചാരികളെ കാത്ത് അവരുടെ ഉപജീവിത മാർഗത്തിനായി കാത്തിരിപ്പുണ്ട്. സോ കാശ്മീർ വരുന്ന ആരും ഒരിക്കലും ഷിക്കാര ബോട്ടിംഗ് മിസ് ചെയ്യരുത്.